ഹായ് ഹലോ. ഇപ്പൊ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇനി ഏതു ജന്മകൽപ്പനയിലെ വളരെ നിർണായക ദിവസങ്ങളാണ് ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത്. പല ചുരുളഴിയാത്ത രഹസ്യങ്ങളും ഈ ഒരാഴ്ച കൊണ്ട് പുറത്താകുകയും പലരുടെയും കള്ളക്കളികൾ വെളിച്ചത്തിലാവാൻ പോകുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഇതോടെ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുവരെ അശ്വിനും ശ്രുതിയും എപ്പോ കണ്ടാലും കീരിയും പാമ്പും പോലെയായിരുന്നു. എപ്പോഴും നോക്കിയാലും വഴക്കും അടിയും പിടിയായിരുന്നു. പക്ഷെ ഇനി അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ്. ഇനി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ച് അവരുടെ ജീവിതം കുറച്ചുകൂടി ഒന്നാവാൻ പോകുന്ന നിമിഷങ്ങൾ കൂടിയാണ് ഈ ഒരാഴ്ച വരാൻ പോകുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു തർക്കങ്ങൾ തന്നെ നമ്മുടെ അശ്വിന്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാവണ്യ ഒരിക്കലും അശ്വിന് ചേർന്ന പെൺകുട്ടിയല്ല. അതുകൊണ്ട് തന്നെ ലാവണ്യെ കല്യാണം കഴിച്ച് കൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്ന് മുത്തശ്ശി പറയുമ്പോഴും അശ്വിന് ഒരിക്കലും ലാവണ്യെ ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും അശ്വിന് ഇത്രത്തോളം വാശി കാണിക്കുന്നത് ഒരിക്കലും ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ പാടില്ല എന്നൊരു ക്യാരക്ടർ ഉള്ള ഒരാളാണ് അശ്വിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന ഒറ്റ ഒരു കാര്യം അശ്വിന്റെ മൈൻഡ് സെറ്റിൽ ഉള്ളത് കൊണ്ടാണ് അശ്വിൻ ഇത്രത്തോളം വാശി പിടിച്ച് ഇരിക്കുന്നത്. അതിന്റെ പേരിൽ തന്നെ വലിയൊരു ഭൂകമ്പങ്ങൾ, വലിയ തർക്കങ്ങൾ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അശ്വിനെ പേടിച്ചിട്ട്, കാരണം ഇനിയും അശ്വിന്റെ മുന്നിൽ ചെന്ന് ചാടി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനി ഒരിക്കലും ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ തന്റെ അമ്മയും അച്ഛനും ഇത്രത്തോളം കഷ്ടപ്പാടില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ ചെന്ന് സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് കാരണങ്ങളോട് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലട്ടുന്നത് കൊണ്ടാണ് ശ്രുതി തന്റെ സ്വന്തം നാട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്. ആ ഒരു തിരുവനന്തപുരം തന്റെ അമ്മായിയും എല്ലാവരെയും വിട്ടിട്ട് ശ്രുതി പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്. പക്ഷെ ശ്രുതിയുടെ ജീവിതത്തില് ശ്രുതി ഒരുപാട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത് ശരിയായ തീരുമാനമാണോ? പക്ഷെ പലരും പല അഭിപ്രായങ്ങളും ശ്രുതിയോട് പറയുന്നുണ്ട്. ഇത് ശരിയല്ല, അത് ശരിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു എല്ലാ അഭിപ്രായങ്ങളും കൂടി കൊണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഏത് തീരുമാനമായിരിക്കും എടുക്കേണ്ടത്, ഞാൻ എന്ത് തീരുമാനിക്കും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുവാണ്. അങ്ങനെ ശ്രുതി തന്റെ നാട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ പോകുന്ന വഴിയില് ചെറിയൊരു അത്ഭുതങ്ങൾ ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. ആ ഒരു അത്ഭുതത്തോടു കൂടി ശ്രുതി തിരിച്ച് ആ ഒരു തീരുമാനത്തിൽ നിന്നും മാറി തന്റെ അമ്മായിയുടെ കൂടെ ഇവിടെ തന്നെ ഒരു ജോലി നോക്കാമെന്നും തന്റെ ചേച്ചിയും ശ്രുതിയും കൂടി ഇവിടെ നിന്ന് വലിയൊരു ഷോപ്പൊക്കെ തുടങ്ങി വലിയൊരു ജോലി നോക്കി ആ ഒരു കടമൊക്കെ വീട്ടാനായിട്ട് സാധിക്കും എന്നൊരു ഉറപ്പില് ശ്രുതി ഇവിടെ കടയിടാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. പക്ഷെ ആ കടയിടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. വലിയൊരു കടയൊക്കെ മേടിച്ച് അതിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി അത്യാവശ്യം കച്ചവടം പച്ച പിടിച്ച് കിട്ടുന്നത് വരെ അവർക്ക് കുറച്ച് പിടിച്ച് നിൽക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയുടെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ അമ്മായിയുടെ ഈ ഒരു സാഹചര്യത്തിൽ അമ്മായിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ തങ്കൻ ഒരു ദൈവദൂതനെ പോലെ വന്ന് ശ്രുതിയെ സഹായിക്കുവാണ്. കുറച്ച് പൈസ ശ്രുതിക്ക് കൊടുക്കുകയും എന്നിട്ട് ഈ ഒരു പൈസ വെച്ചിട്ട് നിങ്ങളുടെ കടങ്ങളും കാര്യങ്ങളും വീട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കട ഇടാം എന്നുള്ള ഒരു രീതിയിൽ പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി ആ ഒരു ഭയങ്കര സന്തോഷത്തില് ശ്രുതിയും അമ്മായിയും പ്രീതിയൊക്കെ നല്ല കെട്ടിപ്പിടിച്ച് സന്തോഷം, പിന്നെ ആ ഒരു ആഘോഷവും, പിന്നെ അവരൊരു കടയൊക്കെ നോക്കുന്നുണ്ട്, ഒരു കട എടുക്കുന്നുണ്ട്. അതില് നല്ല ഒരു പേരൊക്കെ ഇട്ട് നല്ല വലിയൊരു കടയാണ്. അങ്ങനെ അവര് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുക്കുവാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ശ്രുതിയും പ്രീതിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയും ഇത് തന്റെ അമ്മയെ അച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അവരെയും കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സന്തോഷം ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അശ്വിന്റെ ജീവിതത്തിൽ മറ്റൊരു ദുഃഖമാണ് സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു തർക്കങ്ങളും വഴക്കുകളും, പിന്നെ ലാവണ്യക്ക് മുത്തശ്ശി കുറച്ച് ടാസ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അഗ്നിപരീക്ഷ നമ്മുടെ സന്തോഷത്തോടെ ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അഗ്നിപരീക്ഷകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയും പോലെ കുറച്ച് അഗ്നിപരീക്ഷകള്. പക്ഷെ ആ അഗ്നി പരീക്ഷ കുറച്ച് കടുത്തുപോയി. ലാവണ്യക്കാണെങ്കിൽ ഒരു അശ്വിന്റെ വീടിനോട് ചേർന്ന് പോവാൻ പറ്റാത്ത കുട്ടിയാണ് ലാവണ്യ. കാരണം അവിടെ പൂജയും കാര്യങ്ങളും കുറച്ച് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ലാവണ്യക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശി ലാവണ്യക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുകയും, പക്ഷെ അത് ലാവണ്യക്ക് ചെയ്യാൻ പറ്റാതെ മനോരമയാണ് സഹായിക്കുന്നത്. പക്ഷെ അത് മുത്തശ്ശി അറിയുന്നില്ല. എന്നാൽ
ഈ പൂജയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ആരതിയൊക്കെ ഒഴിഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ കുളിച്ചിട്ട് വന്ന് വേണം തൊഴാനായിട്ട്. പക്ഷെ ലാവണ്യ അതൊന്നും ചെയ്യാതെ അതിന് വിരുദ്ധമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും അത് മുത്തശ്ശിക്കും വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ വലിയൊരു വഴക്കൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അത് മാത്രമല്ല, അശ്വിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും കൂടി ലാവണ്യ അവിടെ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രശ്നത്തില് ലാവണ്യയും അശ്വിനും കൂടി അടിച്ചു പിരിയുവാണ്. അങ്ങനെ ലാവണ്യക്ക് ഒരുപാട് വാണിംഗ് കൊടുത്തു. വലിയൊരു തർക്കങ്ങളും വഴക്കുകളും തന്നെ ലാവണ്യയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വലിയ തർക്കങ്ങളും വഴക്കുകളും മുന്നോട്ട് പോകുമ്പോൾ ലാവണ്യയും അശ്വിനും ഒത്തുചേരുമോ അല്ലെങ്കിൽ അവര് ഒന്നായിട്ട് ജീവിക്കുമോ എന്നതിലാണ് എല്ലാവർക്കും സംശയം. അങ്ങനെ ഒരു സംശയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ അഞ്ജലിയുടെ ഒരു വെഡിങ് ആനിവേഴ്സറി, അവരെ വെഡിങ് ആനിവേഴ്സറി നടക്കാനുള്ള ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ അശ്വിനും വീട്ടുകാരും എല്ലാവരും കൂടി അഞ്ജലിയുടെ വെഡിങ് ആനിവേഴ്സറി നല്ല ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ ആഘോഷത്തിൽ തന്നെ ശ്യാം ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റുകളും പിന്നെ ഒരുപാട് സർപ്രൈസും അഞ്ജലിക്ക് കരുതി വെച്ചിട്ടുണ്ട്. ആ ഒരു സർപ്രൈസ് ഒക്കെ അഞ്ജലിക്ക് ശ്യാം കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ അവിടെ നമ്മുടെ ശ്രുതിയുടെയും പ്രീതിയുടെയും കടയുടെ കാര്യങ്ങളും പിന്നെ അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടും ശ്യാം തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഇവിടെ അഞ്ജലിയെ വഞ്ചിച്ചിട്ടാണ് ശ്യാം ശ്രുതിയും പ്രീതിയും അവിടെ സഹായിക്കുന്നത്. ആ ഒരു സത്യങ്ങളൊന്നും ശ്രുതിയും അവരാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അഞ്ജലി ഈ സത്യങ്ങൾ അറിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അഞ്ജലി മാത്രമല്ല, നമ്മുടെ ശ്രുതി ആദ്യം തന്നെ ശ്രുതി ഈ സത്യങ്ങൾ അറിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ശ്രുതി സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്യാമിന് വലിയൊരു എട്ടിന്റെ പണി തന്നെ കിട്ടാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി അശ്വിനും ശ്രുതിയും ഒന്നുകൂടി കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും അവരുടെ പെരുമാറ്റങ്ങൾ? എന്തായാലും അശ്വിനും ലാവണ്യയും തമ്മിലുള്ള കല്യാണം നടക്കുമോ നടക്കില്ലേ എന്നതിലുള്ള ചോദ്യമാണ്. പ്രധാനമായിട്ടും മുത്തശ്ശി ഇതിന് സമ്മതിക്കുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? ലാവണ്യയുടെയും അശ്വിന്റെയും കല്യാണത്തിന് വേണ്ടിയിട്ട് മുത്തശ്ശി സമ്മതിക്കുമോ? അവരുടെ വിവാഹം നടക്കുമോ? അതോ ഇനി ശ്രുതിയും അശ്വിന് എന്തോ ഒരു പ്രണയമല്ല, പക്ഷെ ശ്രുതിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ, ശ്രുതിയുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്തോ ഒരു പ്രണയം തോന്നുന്ന പോലെ അശ്വിന്റെ മനസ്സിൽ ഇത് തോന്നുന്നുണ്ട്. അതായത് ശ്രുതിയോട് പ്രണയം തോന്നാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും, എന്ത് തീരുമാനമായിരിക്കും ഇനി അശ്വിൻ എടുക്കാൻ പോകുന്നത്? എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.